നല്ലൊരു ട്രൈപോഡാണോ നിങ്ങൾ നോക്കണേ? ട്രാവൽ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ കുക്കിംഗ് വ്ളോഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ക്രാഫ്റ്റ്, പെയിൻറ്റിങ്, അങ്ങനെ ഏത് വ്ളോഗിനും പറ്റിയ, ഏത് ലെവലിലും ക്യാമറ അടിപൊളിയായിട്ട് വെക്കാൻ പറ്റിയ ഒരു അടിപൊളി ട്രൈപോഡാണ് കേട്ടോ ഇത്. ലൈറ്റ് വെയിറ്റ് ആണ്. ഇന്നത്തെ വീഡിയോ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്, ഒരു ട്രൈപോഡിൻ്റെ. എനിക്ക് ട്രൈപോഡ് വാങ്ങിയിട്ട് നല്ല പണി കിട്ടിയിട്ടുള്ള, അതുകൊണ്ട് തന്നെ യൂസ് ചെയ്ത് ഓക്കെ ആണെങ്കിൽ മാത്രമേ റിവ്യൂ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ കുറച്ചായിട്ടോ ഇത് യൂസ് ചെയ്യണം, അപ്പോൾ അതിൻ്റെ റിവ്യൂ പറയാമെന്ന് വെച്ചു. ഒരുപാട് പേര് പ്രൊമോട്ട് ചെയ്യുന്നത് കണ്ടിട്ടാട്ടോ ഞാൻ ആ ട്രൈപോഡ് വാങ്ങിയത്. അതിൽ കുറേ ഫെസിലിറ്റീസൊക്കെ ഉണ്ടായിരുന്നു, ലൈറ്റ് ഉണ്ട്, അതുപോലെ അങ്ങനെയുള്ളതൊക്കെ ഉണ്ടായിരുന്നു, നല്ലപോലെ ഹൈറ്റ്. പക്ഷെ ഇങ്ങനെ തീരെ യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര യൂസ്ലെസ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ അതിൻ്റെ റിവ്യൂ ഒക്കെ എടുത്തു വെച്ചതാണ്, പിന്നെ ചുമ്മാ ഡിഗ്രേഡ് ചെയ്യണ്ടല്ലോ എന്ന് വെച്ചിട്ട് അതിടാത്തതാണ്. പിന്നെ ഈ ഒരു പാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്നപ്പോൾ തന്നെ ഇതേ ഈ ലെവലിലാണ് കിട്ടിയത് കേട്ടോ. ഒക്കെ തുറന്നതായിട്ട് ഫ്രണ്ടിലൊക്കെ കട്ട് ചെയ്ത് ഇങ്ങനെ കിട്ടിയത്. അപ്പം തന്നെ ഇനി ഇതും അതുപോലെ ആവോ എന്ന് വിചാരിച്ചിട്ട് തുറന്നു നോക്കിയത്. പക്ഷേ തുറന്നു നോക്കിയപ്പോൾ നല്ല അടിപൊളി സാധനമായിരുന്നു കേട്ടോ. പാക്കിംഗ് ഒക്കെ വളരെ മോശമായിരുന്നു. എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ സൈഡും ഇതും എല്ലാം ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ പ്രൊഡക്റ്റ്, നമുക്ക് പ്രൊഡക്റ്റാണല്ലോ പ്രധാനം. പ്രൊഡക്റ്റ് അടിപൊളി പ്രൊഡക്റ്റാണ്. സെൽഫി സ്റ്റിക്കും അതുപോലെ തന്നെ ട്രൈപോഡും രണ്ടും കൂടി 2-in-1 പ്രൊഡക്റ്റാണ്. അതുകൊണ്ട് തന്നെ വ്ളോഗർമാർക്കും ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്കും ഒക്കെ ഇത് അടിപൊളിയായിട്ട് യൂസ്ഫുൾ ആവും കേട്ടോ. യുലാൻസി M44 എന്ന ഐറ്റാണ് കേട്ടോ. ഒരു ചൈനീസ് പേരാണെന്ന് തോന്നുന്നു. ട്രാവൽ ചെയ്യണവർക്ക്, അതുപോലെ വ്ളോഗ് ചെയ്യണവർക്ക്, യൂട്യൂബ് ഷോർട്സ്, ഇൻസ്റ്റാഗ്രാം റീൽസ്, അതുപോലെ തന്നെ വരയ്ക്കുന്ന ആൾക്കാരുണ്ടല്ലോ, വരയ്ക്കുന്ന ആൾക്കാരൊക്കെ മിക്കവാറും ടേബിളിൽ സ്ക്രൂ ചെയ്യുന്ന ടൈപ്പൊക്കെ വെച്ചിട്ടാണ് കണ്ടിരുന്നത്. ഇത് അതിൻ്റെ ആവശ്യമില്ല. ഇത് ഏകദേശം അതും കൂടി യൂസ് ചെയ്യണം. അങ്ങനെ എല്ലാ തരം ആൾക്കാർക്കും നല്ലപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിത് ഇത് ഇങ്ങനെ റൗണ്ട് പോലെ കാണുന്ന ഈ ഇതാണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. പിന്നെ ഇത് 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ബോൾ പോലെയുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റാണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും, ഏത് ആംഗിളിൽ വേണമെങ്കിലും, വെർട്ടിക്കലായിട്ടോ ഹൊറിസോണ്ടലായിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ക്യാമറ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ക്യാമറ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ഇങ്ങനെ അത് ഒന്ന് ലോക്കാക്കുക, നേരത്തെ ഇതാക്കിയതുപോലെ തന്നെ. പിന്നെ ഇത് ട്രൈപോഡായിട്ടും സെൽഫി സ്റ്റിക്കായിട്ടും രണ്ട് രീതിയിലും യൂസ് ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. നമുക്ക് നൂറ്റാണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ ലോക്ക് തുറന്നതിന് ശേഷം, ഞാൻ ആദ്യം ഇങ്ങനെ തുറക്കാൻ നോക്കിയിട്ടോ, അപ്പോൾ കുറച്ച് തുറന്നു, പക്ഷേ അധികം നന്നായിട്ട് വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് എന്ന് തോന്നിയിട്ട് ജസ്റ്റ് ഒന്നും കൂടി ലെവലാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് ഫസ്റ്റ് എടുത്തിട്ടുള്ള വീഡിയോ ആണ്, പിന്നെയാണ് മനസ്സിലായത് ഇങ്ങനെയൊന്ന് നോക്കണം എന്നുള്ളത്. അപ്പോൾ ആദ്യം മുതലേ അതിൻ്റെ സെറ്റിങ്സൊക്കെ ഒന്നും കൂടി നോക്കിയിട്ടോ. അപ്പോൾ അതേ ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ ലോക്ക് തുറക്കാനും, ലോക്ക് കണ്ടോ ഇങ്ങോട്ട് തിരിച്ചാൽ ലോക്കാവും, അങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ ലോക്ക് തുറക്കാനും പറ്റും. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഇതിങ്ങനെ നല്ലപോലെ ലൂസാക്കിയിട്ട് വയ്ക്കണം. അതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ ജസ്റ്റ് ഒന്ന് വലിച്ച് അതിന് ഒന്നിങ്ങോട്ട് നൂർത്തി കൊടുക്കുക കേട്ടോ. ഒന്ന് നൂർത്തിയതിന് ശേഷമാണ് ബാക്കിൽ സൈഡ് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കറക്റ്റായിട്ട് വന്നോളും. ഇത് വളരെ ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. കയ്യിൽ പിടിക്കാനൊക്കെ നല്ല സുഖമാണ്, ബാഗിൽ കൊണ്ടുപോകാനും എല്ലാറ്റിനും എളുപ്പമാണ്. കണ്ടുല്ലോ, 33 സെൻറ്റിമീറ്ററേ ഉള്ളൂ. അപ്പോൾ എവിടെ വേണമെങ്കിലും ട്രാവൽ ചെയ്യാനൊക്കെ നമുക്ക് ഈസി ആയിട്ട് കൊണ്ടു നടക്കാം. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും പ്ലാസ്റ്റിക് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഹെവി ഡ്യൂട്ടി അല്ലെങ്കിലും സാധാരണ ഉപയോഗത്തിന് മതിയായിട്ടുള്ള ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. ട്രൈപോഡ് തുറന്ന നല്ല ഉയരത്തിൽ വരെ എക്സ്റ്റെൻഡ് ചെയ്യാം. നമുക്ക് കുറച്ചും കൂടിയൊക്കെ വരും കേട്ടോ. ഞാനിത് ഇത്ര അയക്കുന്നേ ഉള്ളൂ. പിന്നെ നമ്മൾക്ക് ഈ ടേബിളിൽ വെച്ചിട്ടൊക്കെ വർക്ക് ചെയ്യാനും എല്ലാത്തിനും നല്ലതാണ്. പിന്നെ ഇവിടെ ഒരു ബട്ടൺ കണ്ടോ, അത് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് വേണമെങ്കിൽ ക്യാമറ ഉണ്ടല്ലോ, ക്യാമറ വെക്കാനുള്ള സ്ക്രൂ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ക്യാമറയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഫോൺ മാത്രമല്ല ക്യാമറയും നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. എല്ലാ സാധനവും നല്ല ക്വാളിറ്റിയാണ്.
മറ്റേതൊക്കെ ഫോൺ നമ്മൾ വെച്ച് കഴിഞ്ഞാലും ചെറുതായിട്ട് ഒരു ഷെയ്ക്ക് ചെയ്യണ പോലെ, അല്ലെങ്കിൽ നമ്മൾ സെൽഫി സ്റ്റിക്ക് പോലെയൊക്കെ നല്ല ഹൈറ്റിൽ പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു ഷെയ്ക്ക് ചെയ്യണ പോലെ അങ്ങനെയൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് നമ്മൾ എങ്ങനെ വെച്ചാലും നമ്മൾ ക്യാമറ അല്ലെങ്കിൽ ഫോൺ എവിടെയാണോ വെച്ചത് അത് അവിടെ ഇരുന്നോളും കേട്ടോ. നല്ല കറക്റ്റായിട്ട് നമുക്ക് വീഡിയോ ഒക്കെ അടിപൊളിയായിട്ട് കിട്ടാം. ഇനി നമുക്ക് ഇത് ക്യാൻവാസ് വെച്ചിട്ട് വരയ്ക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും കുക്കിംഗ് വീഡിയോ അങ്ങനെയൊക്കെയുള്ള ലെവലിലൊക്കെ എങ്ങനെ ക്യാമറ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് നോക്കാം കേട്ടോ. മറ്റേ മിക്കതും കണ്ടിട്ടുണ്ട്, ഇങ്ങനെ വരയ്ക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ക്രാഫ്റ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ടേബിളിലൊരു സ്ക്രൂ ചെയ്ത് വെച്ചിട്ട് ക്യാമറ സെറ്റ് ചെയ്യണ ഒരു തരത്തിലുള്ള ഒരു ട്രൈപോഡാണ് കണ്ടിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ലെവലിലുള്ള യൂസും കൂടി ഇതിന്ന് കിട്ടും കേട്ടോ. ഇതിപ്പോൾ ദേ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഇനി അതല്ല ടേബിളിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് അങ്ങനെ നമുക്ക് ഷൂട്ട് ചെയ്യാം കേട്ടോ. ഏത് ലെവലിൽ വേണമെങ്കിലും ഏത് ആംഗിളിൽ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഷൂട്ട് ചെയ്യാം. നമുക്ക് നല്ല പോലെ എല്ലാ ലെവലിൽ വേണമെങ്കിലും, ചിലതൊക്കെ 360 ഡിഗ്രി ആണെങ്കിൽ പോലും നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാനും വെക്കാനും എല്ലാത്തിനും ഭയങ്കര ബുദ്ധിമുട്ടാകും. പിന്നെ ഞാൻ ഇത്ര നേരം ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇങ്ങനൊരു സ്റ്റാൻഡിലാണ് കേട്ടോ. ഈ സ്റ്റാൻഡാണ് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ മെയിനായിട്ടുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് വെയിറ്റ് തന്നെയാണ് കേട്ടോ. യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ നമുക്ക് നല്ലപോലെ വെയിറ്റ് ഒന്നും തോന്നില്ല. അതുപോലെ എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ നല്ലതാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ മൾട്ടിപ്പിൾ യൂസാണ്, ഫോണായിട്ടും ക്യാമറയും ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഭയങ്കര ഈസിയാണ് അഡ്ജസ്റ്റ് ചെയ്യാനും കാര്യങ്ങളും എല്ലാറ്റിനും നല്ലപോലെ എളുപ്പത്തിൽ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ വിലയ്ക്കനുസരിച്ചിട്ടുള്ള നല്ല സാധനം ആണ് കേട്ടോ. വ്ളോഗ് ചെയ്യുമ്പോഴൊക്കെ കയ്യിൽ പിടിച്ചിട്ട് സെൽഫി സ്റ്റിക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. സ്റ്റാറ്റിക് ഷോട്ടുകൾക്കായിട്ട് ട്രൈപോഡായിട്ട് ഉപയോഗിക്കാം. അതുപോലെ 360 ഡിഗ്രി ബോൾ ഹെഡ് ഉള്ളതിന് ലാൻഡ്സ്കേപ്പും പോർട്രേറ്റ് മോഡും ഒക്കെ നമുക്ക് അടിപൊളിയായിട്ട് ഷൂട്ട് ചെയ്യാം കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളതിൽ പൂർണ്ണമായിട്ടുള്ള പ്ലാസ്റ്റിക് ബിൽഡാണ്. പക്ഷേ നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. നല്ല വെയിറ്റുള്ള ക്യാമറ ഒന്നും വെക്കാൻ ചെറിയ ക്യാമറകളൊക്കെ വെക്കാം. ഫോൺ ഏത് ലെവലിൽ ഫോൺ വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ ക്യാമറ നല്ല വെയിറ്റുള്ളത് വെക്കാൻ പറ്റുമോ എന്ന് സംശയമാണ്. പിന്നെന്താ, ഇത്രയൊക്കെ ഉള്ളൂ. ഓവറോൾ നോക്കുമ്പോൾ ഈ പ്രോഡക്റ്റ് എനിക്ക് പേഴ്സണലി നല്ല യൂസ്ഫുള്ളാണ്. ഞാൻ ഇപ്പോൾ കുറച്ചായി ഉപയോഗിക്കണം. ബാക്കിയുള്ളതൊക്കെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ഇതാക്കിയാലും നമുക്ക് ഉപയോഗിക്കുമ്പോൾ ഒരു എന്താ പറയുക, നമുക്കൊരു കംഫർട്ട്